നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കാം. എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം 2024 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്തായിരുന്നു എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 16 ചാപ്റ്റേഴ്സിൻ്റെ ഓതേഴ്സിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ അതിലെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ പേര്, അതേപോലെ സ്റ്റോറീസ് ആണെങ്കിൽ സ്റ്റോറിയിലെ ക്യാരക്ടർ, അതേപോലെ തന്നെ സ്പീച്ച് ആണെങ്കിൽ ആ സ്പീച്ച്, അതിലെ ഓതറിൻ്റെ പേര്, ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ പേര്. അപ്പോൾ അങ്ങനെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ഓതേഴ്സ് ആരൊക്കെയെന്നൊക്കെ മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക ഫസ്റ്റ്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടൻറ്റ്. നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും തീം എന്താണ്, പോയത്തിൻ്റെ തീം എന്താണ്, സ്റ്റോറിയുടെ തീം എന്താണ്, അങ്ങനെ എല്ലാം ഒരു തീം ഉണ്ടായിരിക്കും. ആ തീം എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാണ് എക്സാമിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് നമ്മളൊന്ന് വായിച്ചിരിക്കണം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. റീഡിങ് മസ്റ്റാണ്. അറ്റ്ലീസ്റ്റ് പോയംസ് എങ്കിലും നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് വായിച്ചിരിക്കണം. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് എഴുതാൻ കിട്ടും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ 3 സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഓതേഴ്സിൻ്റെ പേര് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കണ്ടൻറ്റ് എന്താണ്, ചാപ്റ്ററിൻ്റെ ആശയം എന്താണ്, തീം എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, അതൊന്ന് വായിക്കുക. റീഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കതിൽ വരികൾ, ഇപ്പോൾ പോയമാണെങ്കിൽ അതിലത്തെ ഒരു 3-4 വരികൾ തന്നു കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം ഏത് പോയത്തിലെ ആണെന്ന്. അപ്പോൾ തന്നെ നമുക്ക് ആൻസേഴ്സ് കൂടുതൽ കിട്ടും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നറിയണം. എന്നിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 80 മാർക്സിനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതിൽ നോക്കുക, അതിൽ ഫസ്റ്റ് നമുക്ക് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ചെറിയൊരു പാറ്റേണിലൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വർഷം. 80 മാർക്സിനാണെങ്കിലും 4 മാർക്സ് 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. അതിൽ ഫസ്റ്റ് നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു സെക്ഷനാണ്. ആദ്യത്തെ സെക്ഷനിൽ ഒരു മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ. അതായത് ടോട്ടൽ ആ സെക്ഷനിൽ 4 മാർക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സെൻറ്റൻസ് തരും. ഫസ്റ്റ് അതാണ് വന്നിട്ട് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഐ ആം ദ ഓൺലി വിറ്റ്നസ് എഗെയിൻസ്റ്റ് ഹിം, ഹി ആസ്ക്ഡ് യു ക്യാൻ ഗസ് വാട്ട്. കണ്ടോ, ഒരു ഡയലോഗാണ് അത് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഡയലോഗിൻ്റെ ബേസ് ചെയ്തിട്ട് 4 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിന് 1 മാർക്ക്. ഇത് നമുക്ക് ഏത് ചാപ്റ്ററാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അതിന് നമുക്കൊരു അറ്റ്ലീസ്റ്റ് സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ എന്തായിരിക്കാം ഒരു ക്ലൂ ഇതിലുണ്ട്. ബട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഏത് ചാപ്റ്ററാണെന്ന്. അപ്പോൾ നമ്മളൊന്ന് റീഡിങ് ഒരു അത്യാവശ്യമാണ്. അതേപോലെ ആ ഓരോ ചാപ്റ്ററിൻ്റെയും കണ്ടൻറ്റ് നമുക്ക് മനസ്സിലായിരിക്കണം. അതിൽ എന്താണ് അവരുടെ കഥ എന്താണെന്ന് ഫുള്ളായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് എക്സാമിന് ആൻസർ എഴുതാൻ പറ്റൂ. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടി നമുക്ക് കഥ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, സ്റ്റോറി എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ നമുക്കൊരു ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സെൻറ്റൻസ് തരും, അതിലൊരു ഡയലോഗാണ്. സോ ഹു ഈസ് ദ സ്പീക്കർ, പിന്നെ അതിനെക്കുറിച്ച് ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, വാട്ട് വാസ് ദ സ്പീക്കർ വിറ്റ്നസ്ഡ്, അത് ആ ഡയലോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു പാറ്റേൺ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു കഥയിലത്തെ ഡയലോഗായിരിക്കാം. അതല്ലെങ്കിൽ ഒരു എന്തായിരിക്കാം തരിക, ഒരു നമ്മുടെ 1 ആക്ട് പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ 1 ആക്ട് പ്ലേസിൽ വരുന്ന ഒരു ഡ്രാമയുണ്ട്, ദ അവർ ഓഫ് ട്രൂത്ത്. അതിലത്തെ ഡയലോഗാണ് ഈ പറഞ്ഞിട്ടുള്ളത്. റോബർട്ട് ബാൾബിൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോറി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് ഊഹിച്ചിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഫുള്ള് വായിച്ചില്ലെങ്കിൽ കൂടി അതിലൊരു കണ്ടൻറ്റ് നമുക്ക് അറിയാമെങ്കിൽ ഒരു സെൻറ്റൻസ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ജസ്റ്റ് പാറ്റേൺ എക്സ്പ്ലനേഷൻ ആണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു ഡയലോഗ് തന്നു, അതൊരു നാടകത്തിൽ നമ്മുടെ ഒരു 1 ആക്ട് പ്ലേയിലെ അവർ ഓഫ് ട്രൂത്തിലെ ഒരു ഡയലോഗാണ്. അപ്പോൾ അത് ആര് പറഞ്ഞു, ആ പറഞ്ഞ കാര്യങ്ങൾ, സിറ്റുവേഷൻസ്, അങ്ങനെ. അപ്പോൾ നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം എന്ന് മനസ്സിലായി. സബ്ജക്റ്റ് നമുക്ക് ആ ചാപ്റ്ററിൽ ഡയലോഗുകൾ കണ്ടാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അപ്പോൾ നമുക്ക് 4 മാർക്ക് കിട്ടാൻ സുഖമാണ്. പിന്നെ അടുത്തൊരു സെക്ഷൻ വന്നിട്ടുള്ളത് രണ്ടാമത്തെ സെക്ഷനിൽ
നമ്മുടെ പോയത്തിൽ വരികൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ അത് ഏത് പോയാന്ന് അറിയണം. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കുറേ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് സെക്ഷൻ ഇതേപോലെ 4 മാർക്കിനുള്ളത് തന്നെയായിരുന്നു. അതിൽ ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതം. സോ അതിൽ നമുക്ക് ഇതേപോലെ തന്നിട്ടുണ്ട് 6 വരി തന്നിട്ടുണ്ട്. ഇത് വന്നിട്ടുള്ളത് നമ്മുടെ മെൻഡിങ് വാൾ എന്ന് പറയുന്ന പോയത്തിലത്തെ വരികളാണ്. പക്ഷെ നമുക്കത് അറിഞ്ഞിരിക്കണ്ടേ. ഇത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് മെൻഡിങ് വാളാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ പോയംസ് എന്തായാലും നിങ്ങൾ ഒരു 3 ടൈംസ് എങ്കിലും വായിക്കുക. അപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഏത് ചാപ്റ്ററിലെയാണെന്ന്. ദെൻ പിന്നെയാണ് സെക്കൻഡ് സ്റ്റേജാണ് അതിൻ്റെ കണ്ടൻറ്റ്. ഇത് പറഞ്ഞ പോലെ നെയിം ദ പോയം ആൻഡ് ദ പോയറ്റ്, കണ്ടോ. അപ്പോൾ തന്നെ നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ട് അവിടെ. അതേപോലെ പിന്നെ അതിലെ കണ്ടൻറ്റിനെ കുറിച്ചാണ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത സെക്ഷൻ, അപ്പോൾ 2 സെക്ഷൻ കഴിഞ്ഞു, 4 8 മാർക്കിൻ്റെ. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് 9 to 12 മാർക്ക് എന്ന് പറയുന്നു. അതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. ഓരോന്നിനും 2 മാർക്ക് വീതമാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ജസ്റ്റ് ഗ്രാമറാണ്. അതൊക്കെ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന ചെറിയ ഫ്രേസൽ വെർബ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നമ്മൾ ബുക്കൊക്കെ റീഡ് ചെയ്യുന്നവർ, ഗ്രാമർ എന്ന് പറയുന്നത് അങ്ങനെ സീരിയസ് ആയി പഠിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് റീഡിങ് എന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏതൊരു സ്യൂട്ടബിൾ ആയതെന്ന് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ചില ഫ്രേസൽ വെർബ്സ് ആണ് റൺ ഔട്ട്, ക്യാരിഡ് അവേ. അപ്പോൾ അതിൽ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഇതൊരു ഗ്രാമറായിട്ടുള്ള, അതായത് സബ്ജക്റ്റിൻ്റെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലത്തെ അല്ല, ക്വസ്റ്റ്യൻ അല്ല, ഗ്രാമറാണ്. പിന്നെ അടുത്തത് ദ സ്റ്റോറി ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഈസ് എ സാറ്റയർ ഓഫ് ഓവർ പാരൻറ്റിങ്. ഗിവ് 2 പീസ് ഓഫ് അഡ്വൈസ് ടു സച്ച് പാരൻറ്റ്സ്. യു മേ ബിഗിൻ വിത്ത് യു ഷുഡ് നോട്ട് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റോറി ഉണ്ടല്ലോ, നമ്മുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ചോദിക്കുന്നത്, അപ്പോൾ നമുക്ക് ഓവർ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട്, പാരൻസ് കൂടുതൽ കെയർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള സജഷനാണ് പറയാൻ പാടുള്ളത്. സോ ഇത് ഗ്രാമർ എന്ന് പറയാനും പറ്റില്ല, എന്നാൽ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതിൽ ക്ലൂ എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ആ സജഷൻ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കത് ആ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് അറിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ 9th ക്വസ്റ്റിനും 10th ക്വസ്റ്റിനും എത്ര മാർക്ക് വീതമാണ്? 2 മാർക്സ് വീതമാണ് കിട്ടുക. പിന്നെ അതിൽ നെക്സ്റ്റ്, അപ്പോൾ 4 ക്വസ്റ്റ്യനിൽ 3 എണ്ണം ആൻസർ ചെയ്താൽ മതി. ഇനി 3 ഒരെണ്ണം നമുക്ക് ചോയ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ അടുത്തത് വന്നിട്ടുള്ളത് കെ സച്ചിദാനന്ദൻ പ്രസൻസ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റാമർ ഇൻ ദ പോയം സ്റ്റാമർ. അപ്പോൾ സ്റ്റാമർ എന്ന പോയത്തിൽ സച്ചിദാനന്ദൻ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഡസ് ദ പോയറ്റ് തിങ്ക് ഓഫ് സ്റ്റാമർ? ഗീവ് യുവർ റെസ്പോൺസ് നോട്ട് മോർ ദാൻ 2 സെൻറ്റൻസ്. അപ്പോൾ ആ പോയത്തിനെ കുറിച്ചാണ്, സ്റ്റാമർ എന്ന് പറയുന്ന പോയത്തിൻ്റെ കുറിച്ചാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവായിട്ട് വ്യത്യസ്തമായ രീതിയിൽ സ്റ്റാമർ എന്ന് പറയുന്ന പോയത്തിനെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 എന്തൊക്കെയാണ് റെസ്പോൺസ്, നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്നാണ്, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ആ ടെക്സ്റ്റിലത്തെ അല്ല നമ്മളുടേതായ ഒപ്പീനിയനാണ് എഴുതാനുള്ളത്. പക്ഷെ നമുക്ക് അതെന്താണ് കണ്ടന്റ് എന്ന് മനസ്സിലായാണ് നമ്മുടെ ഒപ്പീനിയൻ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒപ്പീനിയൻ എഴുതാനായിരുന്നു. അപ്പോൾ അത് ആ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഒരു ജനറൽ ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ്. ബ്രാക്കറ്റിൽ വേർഡ്സ് തന്നിട്ടുണ്ട്, അത് എഴുതാൻ. അങ്ങനെ ഗ്രാമർ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അടുത്ത സെക്ഷനാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 5 എണ്ണം എഴുതിയാൽ മതി. അതിൽ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ട് അതിൽ എറേഴ്സ് കണ്ടുപിടിക്കാൻ. അത് നമുക്ക് കുറച്ചൊക്കെ ആർട്ടിക്കിൾസ്, എ ആൻഡ് സ്പെല്ലിംഗ്, പ്രിപ്പോസിഷൻസ് ഒക്കെ ബേസിക് ആയിട്ടുള്ള ഗ്രാമറുകളാണ്. അത് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ദ പ്ലേ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ഈസ് എ സോഴ്സ് ഓഫ് ലോഫർ യെറ്റ് ബിനീത്ത് ദ ഹ്യൂമർ ലൈസ് എ വാല്യുബിൾ ലൈഫ് ലെസൺ ഫോർ ആൾ ഓഫ് us ടു ലേൺ സബ്സ്റ്റാൻഷിയേറ്റ്. അപ്പോൾ ഇത് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന ഡ്രാമയിലത്തെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അതിന് ഒരു ലെസൺ, ലൈഫ് ലെസൺ എന്താണ് കിട്ടിയത്? അപ്പോൾ നമ്മളൊരു കഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മോറൽ കിട്ടുമല്ലോ, അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നാണ് ആ നാടകത്തിൽ നിന്ന് നമ്മുടേതായ അഭിപ്രായം. അതും ആ സബ്ജക്റ്റ് ചാപ്റ്റർ ബേസ്ഡ് ആണ്. പിന്നെ ഷാഹിൻ മിസ്ട്രി ഫെൽറ്റ് ദാറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ സെൻറ്റ് സേവിയേഴ്സ് മുംബൈ എ ഫാർ മോർ ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ് റീപ്ലേസ്ഡ് ദ അക്കാദമിക് റിഗർ ആൻഡ് ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ ഷീ ഹാഡ് റിസീവ്ഡ് in Massachusetts. Do you agree with the opinion? Give 4 points or against the topic. Indian system of education tends to prioritize theoretical knowledge over practical skills.
അപ്പോൾ ഇവിടെ ഷാഹിൻ മിസ്റ്റിയുടെ ആ ഒരു സ്റ്റോറിയുടെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ജനറലാണ്. അതായത് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടുതൽ തിയറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രാക്ടിക്കലിനല്ല. അപ്പോൾ അതിൽ നമ്മളൊരു ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് നമ്മൾ ഡിബേറ്റ് നടത്തില്ലേ, 2 പോയിന്റ് സപ്പോർട്ട് ചെയ്തിട്ടും 2 പോയിന്റ് എഗെയിൻസ്റ്റ് ആയിട്ടും പറയാം. അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചാപ്റ്ററിൻ്റെ കണ്ടന്റിനെ കുറിച്ച് അറിയണ ആവശ്യമൊന്നുമില്ല, എന്നാലും നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്, റിപ്പോർട്ട് ഡയലോഗ് എഴുതാനാണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക്. ഇർഫാൻ അലാം റിക്ഷ പുള്ളറും കൂടിയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. ഐ ആം തേഴ്സ്റ്റി, ക്യാൻ യു ഗീവ് മീ സം വാട്ടർ, ഇർഫാൻ അലാം ചോദിച്ചു. അപ്പോൾ റിക്ഷ പുള്ളർ പറഞ്ഞു സോറി ഐ ഡോണ്ട് ക്യാരി വാട്ടർ ബോട്ടിൽ ഇൻ റിക്ഷ. അപ്പോൾ അങ്ങനെ അവരുടെ ഡയലോഗിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊരു ജനറൽ ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മുടെ ചാപ്റ്ററിലത്തെ ഡയലോഗ് അവർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് മാറ്റാനാണ്. അങ്ങനെ കുറച്ച് ചെറിയ ഗ്രാമറുകളാണ് കൂടുതൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നിട്ടുള്ളത് I spin the curtain, wrap the roof and shake down their bed. Elaborate the idea of the above line. 2 വരി തന്നിട്ടുണ്ട്. ഇത് എനി വുമൺ എന്ന് പറയുന്ന പോയത്തിലത്തെയാണ്. അപ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. ഇനി അതിലത്തെ ഐഡിയാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ലൈൻ്റെ ഒരു കണ്ടൻ്റാണ് പറയുന്നത്. അത് നമുക്ക് ഏകദേശം ആ ഒരു എനി വുമൻ്റെ നമ്മൾ ഏകദേശം മനസ്സിലായാൽ തന്നെ നമുക്കതിൻ്റെ എഴുതാൻ സാധിക്കും. അത് തന്നെയാണ് അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ആശയം എന്താണ് ആ പോയത്തിൻ്റെ, അത് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. അതേപോലെ തന്നെ അതാരാണ് എഴുതിയത്, ഞാൻ പറഞ്ഞില്ലേ ഓതറിൻ്റെ പേരൊരു മസ്റ്റാണ്. അത് നമുക്ക് ഏത് ക്വസ്റ്റിൻ്റെ ആൻസറും ഇതിൻ്റെയൊക്കെ ആൻസർ ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദ പോയം എനി വുമൺ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് എഴുതിയതിൻ്റെ ആളാണ് ഒക്കെ. അപ്പോൾ അത് കാതറിൻ ടിനാൻ. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോയിൻറ്റ്സുകൾ നമുക്ക് ആൻസർ നമുക്ക് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ സാധിക്കും. പിന്നെ അതിൻ്റെ കണ്ടൻറ്റ്, ആശയം, അത് തന്നെയാണ് ഈ 2 പേരുടെ മീനിങ്. ടുഡേയ്സ് അത് നമ്മൾ ആ മീനിങ് കൂടി എഴുതുക. ഓക്കെ, ടുഡേയ്സ് വുമൺ ആർ ആൾ സെറ്റ് ടേക്ക് വേരിയസ് റോൾസ് ഓഫ് ഇൻ ലൈഫ്. ഇൻ ദെയർ റോൾസ് ദേ മൈറ്റ് face many challenges. List out 4 qualities a woman needs to face the challenges in life. അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഒരുപാട് ചലഞ്ചസ് നേരിടുന്നുണ്ട്, ഒരുപാട് റോൾ അവർ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും 4 ക്വാളിറ്റി ഒരു വിമൻ ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ അവർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയെന്നാണ്. ഏതെങ്കിലും 4 ക്വാളിറ്റീസ് എഴുതുക. അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. എഡ്യൂക്കേഷൻ വേണം, ജോലി വേണം, അല്ലേ, അങ്ങനെയൊക്കെ സെൽഫ് കോൺഫിഡൻസ് വേണം, റിസ്ക് ടേക്ക് ചെയ്യാനുള്ള കഴിവ് വേണം. അങ്ങനെ നമ്മുടേതായ രീതിയിൽ, ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങളുടേതായ രീതിയിൽ ഏതെങ്കിലും ഒരു 4 പോയിൻറ്റ്സ് എഴുതുക. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കാണാപ്പാഠം പഠിക്കേണ്ട ഒരാവശ്യമില്ല, സുഖമായിട്ട് പാസ്സാവാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് എഴുതാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പല കുട്ടികൾക്കും, ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവുന്നില്ല. സോ അത് നമ്മളൊന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ആൻസർ ചെയ്ത് ട്രൈ ചെയ്യുന്നത് വേണം, സ്വന്തമായിട്ടൊന്ന് എഴുതി ട്രൈ ചെയ്യുന്നത് വേണം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറേ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 18th. 19th വരുന്നത് ക്വസ്റ്റ്യൻ വരുന്നത് ദ ആഫ്രിക്കൻ അഡാറ്റ് quoted by Christine Lagarde in her speech The 3 L's of Empowerment, throw light to the importance of educating ഗേൾ ചിൽഡ്രൻ. അത് നമുക്ക് ആ ചാപ്റ്റർ വായിച്ചാൽ തന്നെ, പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ. അതിലൊരു ആഫ്രിക്കൻ ചൊല്ലുണ്ട്, അതായത് ഇഫ് യു എഡ്യൂക്കേറ്റ് ദ ബോയ് യു എഡ്യൂക്കേറ്റ് എ മാൻ, യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. അപ്പോൾ അതൊരു സേയിങ്സ് ആണ്. അപ്പോൾ ഒരു പഴഞ്ചൊല്ല് പറയില്ലേ, അപ്പോൾ ആ പഴഞ്ചൊല്ലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ അത് എന്താണ് നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അത് നമുക്ക് ആ ചാപ്റ്റർ വായിച്ചാൽ അതിൻ്റെ കണ്ടൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്കിതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാം, സുഖമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാറ്റേൺ പറയുകയാണ്. പിന്നെ നമുക്ക് അടുത്ത സെക്ഷനാണ് 6 മാർക്കിൻ്റെ. അപ്പോൾ 4 മാർക്കിൻ്റെ കൂടുതൽ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക, സ്വന്തമായി എഴുതാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് പ്രൗഡ് ഓഫ് ഹർ ഹസ്ബൻഡ് മാർത്ത നരേറ്റ്സ് എ ഹോൾ ഇൻസിഡൻറ്റ് ഫ്രം ദ ബാങ്ക് ക്രാഷ് ടു ബാൾവിൻസ് പ്ലേസ്മെൻറ്റ് ഇൻ ദ 3rd നാഷണൽ ടു വൺ ഓഫ് ഹർ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആ ഒരു അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഡ്രാമയുടെ കണ്ടൻറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് എഴുതാം. മാർത്ത എന്ന് പറയുന്നത് ബാൾവിൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ വൈഫാണ്. അദ്ദേഹമാണ് അതിലെ സെൻട്രൽ ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ വൈഫ് ആ പറയുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു ഫ്രണ്ടിനോട് പറയുകയാണ്. അപ്പോൾ ആ കഥയെ ചുരുക്കിയിട്ട് നമ്മൾ ആ ഒരു കഥ മീൻസ് അതിലെ നാടകം, അതിൻ്റെ ആശയം ചുരുക്കിയിട്ട് നമ്മൾ എഴുതുക. സോ അതിൽ മിസ്അപ്രോപ്രിയേഷൻ അവർ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. മിസ്അപ്രോപ്രിയേഷൻ, ക്രാഷ്, പ്രിസൺ, ബ്രൈബ്, നമുക്ക് ഹിൻഡ് തരും. അപ്പോൾ പോയിൻ്റ് അതിൽ തന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് ആ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് അറിയാച്ചാൽ നമുക്ക് സ്വന്തമായി എഴുതാൻ സാധിക്കും, എളുപ്പമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ എഴുതണ്ട കേട്ടോ. 6 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ആണ്. The farmer in the play Post Early for Christmas read the newspaper about the finding a bomb in the post office in London. റൈറ്റ് ദ പ്രോബബിൾ ന്യൂസ് റിപ്പോർട്ട്. ഇത് എളുപ്പമാണ്. നമ്മൾ ന്യൂസ് റിപ്പോർട്ട് കണ്ടിട്ടില്ലേ ന്യൂസിൽ, അങ്ങനെ പേപ്പറിൽ. ഇതിപ്പോൾ ഇതിൽ പറഞ്ഞിട്ട് എന്താ, ആ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന ഡ്രാമയിൽ നമ്മുടെ ആരാണ്, ഒരു ഫാർമറുണ്ട്. അപ്പോൾ ഫാർമർ പേപ്പർ വായിക്കുമ്പോൾ കാണുകയാണ് എന്താണ്, അവിടെ ഒരു ബോംബുണ്ട്. ഒരു സ്ഥലത്ത് ഇതേപോലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ബോംബ് കണ്ടെത്തി, ടൈം ബോംബ് കണ്ടെത്തി എന്ന് പറയുന്ന ന്യൂസ് അതിൽ വായിക്കുന്നത് എങ്ങനെ. അപ്പോൾ ആ ന്യൂസ് എങ്ങനെയായിരിക്കും പേപ്പറിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അടുത്തത് നോമിത, ദോ ക്ലാഡ് ഇൻ വെൽത്തി വൈഫ് ഇൻ സാരി ഈസ് നോട്ട് ട്രീറ്റഡ് വെൽ ബൈ ഹർ ഹസ്ബൻഡ്. Ajit, who wears the mask of a gentleman, attempt a detailed character sketch of Ajit in the story of Matchbox. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നോമിത, മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ കഥയിലെ നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് വരാം. അജിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ഒരു ഹൊറഗെല്ലു എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ രത്ന എന്ന് പറയുന്ന ക്യാരക്ടർ, അവരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഒരു എന്തായാലും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, acknowledging the tremendous social service done by Ratna, the human Horagellu, her company awarded her the Social Worker of the Year award. Being the reporter of the local news channel, you got a chance to interview. As expected, the interview turned to be friendly and pleasant. റൈറ്റ് 6 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് രത്ന എന്ന് പറയുന്ന ക്യാരക്ടർ, ഹൊറഗെല്ലുവിലെ രത്ന എന്ന് പറയുന്ന ക്യാരക്ടർക്ക് ഒരു അവാർഡ് കിട്ടി. അപ്പോൾ അവരെ എന്ത് ചെയ്യാണ്, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ചില സ്റ്റെപ്സുകളുണ്ട്, നമുക്ക് പറഞ്ഞുതരാം. അത് ഏതൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്, എളുപ്പമാണ്. ഇതെല്ലാം നമുക്ക് 6 മാർക്കിനൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ആർക്കും നമുക്കൊരു 3 മാർക്സ് സുഖമായിട്ട് വായിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസിൻ്റെയാണ്. നമുക്ക് ശരിക്കും ഒരു എസ് ആയിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ് ഡ്രഗ് അബ്യൂസിൻ്റെ എസ്. നമുക്ക് കുറേ പോയിൻറ്റ്സ് നമ്മുടേത് ആ ടെക്സ്റ്റിലുള്ളത് മാത്രമാവണമെന്നില്ല, നമുക്ക് കുറച്ചുകൂടി നമ്മുടേതായ പോയിൻറ്റ്സുകളൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പോൾ കിട്ടുന്നതാണ്, എഴുതാൻ പറ്റും. ഡ്രഗ് അബ്യൂസ് ഹാസ് ബിക്കം എ സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ മെനൻസ് ദാറ്റ് ഡിമാൻഡ്സ് എ കളക്റ്റീവ് എഫേർട്ട് ടു ഇറാഡിക്കേറ്റ് ഇറ്റ് ഫ്രം ദ സൊസൈറ്റി. ആസ് എ മെമ്പർ ഓഫ് ദ സൗഹൃദ ക്ലബ്ബ്, ഇപ്പോൾ എല്ലായിടത്തുള്ള ഒരു സൗഹൃദ ക്ലബ്ബ് സ്കൂളുകളിലുണ്ടല്ലോ. അപ്പോൾ സൗഹൃദ ക്ലബിൻ്റെ ഒരു മെമ്പർ എന്ന നിലയിൽ യു ഡിസൈഡ് ടു റൈറ്റ് ലെറ്റർ ടു എഡിറ്റർ ഓഫ് ദ ഫേമസ് ഡെയിലി ഷോക്കേസിങ് യുവർ കൺസേൺ ഓവർ ദ ഇഷ്യൂ. ഡ്രാഫ്റ്റ് ദി ലെറ്റർ, ലൈക്ലി ലെറ്റർ. അപ്പോൾ ഒരു ലെറ്റർ അയക്കാനാണ് ന്യൂസ് ഇതിന് സൗഹൃദ ക്ലബിൻ്റെ മെമ്പർ എന്ന നിലയിൽ ഈ ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു പ്രശ്നത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കളക്റ്റീവ് എഫേർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് ദ ഫേമസ്, ന്യൂസ് പേപ്പറിലെ എഡിറ്റർക്ക് വേണ്ടി നമ്മളൊരു ലെറ്റർ അയക്കുക. അപ്പോൾ അതിലൊരു കൺസേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്കൂളുകളിൽ നിങ്ങൾ സൗഹൃദ ക്ലബ്ബാണ്, അപ്പോൾ കുട്ടികളിൽ വരുന്ന ഈ പറയുന്ന ഡ്രഗ് അബ്യൂസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ. അപ്പോൾ ഫോർമാറ്റ് അറിഞ്ഞ കണ്ടൻറ്റ് നമ്മുടെ എന്തായിരിക്കും, ഈ പറയുന്ന ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടൻറ്റ്. സോ അതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറേ പോയിൻറ്റ്സ് നമുക്ക് എഴുതാൻ കിട്ടും. നെക്സ്റ്റ്, ചെമ്മനം ചാക്കോ ബ്യൂട്ടിഫുള്ളി പോർട്രേറ്റ്സ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി ഓഫ് ദ നരേറ്റർ ഓഫ് ദ പോയം റൈസ് സബ്സ്റ്റൻഷ്യൽ. അതായത് ഇതിൽ ചെമ്മനം ചാക്കോയുടെ റൈസ് എന്ന് പറയുന്ന ആ പോയം, അതിൽ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി, ഒരാളുടെ പ്രതീക്ഷയും അയാൾ റിയാലിറ്റിയിൽ എന്താ സംഭവിച്ചത്. അയാൾ ചോറുണ്ണാൻ വേണ്ടി വന്നപ്പോൾ അവിടെ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് കൊണ്ടുവരുന്നതാണ് അയാൾ കണ്ടത്. അതിൽ നെൽപ്പാടങ്ങളിൽ പ്രതീക്ഷിച്ച് വന്നപ്പോൾ അവിടെ റബ്ബറുകളാണ് കണ്ടത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന എക്സ്പെക്ടേഷനും റിയാലിറ്റിയും അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതുക. ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ടൊരു പോയായിരുന്നു അത്. നമുക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടിലേക്ക് പോവാം. ഞാനതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഒരു ഏകദേശം മാർക്സ് എത്രയൊക്കെയാണ് ചോദിക്കുക എന്നറിയാം എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടായിരുന്നു, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പഠിക്കേണ്ടത്. നെക്സ്റ്റ്, ലാസ്റ്റ് സെക്ഷൻ വന്നു, അതാണ് എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അതിലേതെങ്കിലും 2 നമ്മൾ എഴുതേണ്ടത്. അതിലെന്താ വന്നിട്ടുള്ളത്, ഫസ്റ്റ് അത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ വർഷം ചോദിക്കാറുള്ള, ചിലപ്പോൾ 1-2 വർഷം ഇല്ലെങ്കിലും മെജോറിറ്റി ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു അപ്ലിക്കേഷൻ, ജോബ് അപ്ലിക്കേഷൻ. Below is the advertisement issued by the HR department of Samman inviting applications for recruitment for the post of general manager. Draft a job application letter with a detailed resume. അപ്പോൾ ഇവിടെ നമ്മൾ
സമ്മാൻ ഫൗണ്ടേഷൻ ആ ചാപ്റ്ററിലാണ് എപ്പോഴും നമുക്ക് ഈ പറയുന്ന ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ സമ്മാൻ ഫൗണ്ടേഷനിൽ അവർ ജനറൽ മാനേജറുടെ ഒരു വാക്കൻസി ഉണ്ട്. സോ അതിന് അവരൊരു പരസ്യം, നമുക്കറിയാലോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊരു പരസ്യം ഉണ്ടാവും പേപ്പറിൽ. അപ്പോൾ അതേപോലെ ഒരു പരസ്യം വന്നതാണ്. വാക്കൻസി ജനറൽ മാനേജർ സമ്മാൻ ഫൗണ്ടേഷൻ, ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ. അപ്പോൾ നമുക്ക് റെസ്യൂമേ തയ്യാറാക്കുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ്റെ ഭാഗത്ത് എഴുതേണ്ടത് എന്താണ്? ഗ്രാജുവേഷൻ. അതേപോലെ ഏജ് 20 to 30 ആണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് പറയുമ്പോൾ അങ്ങനെ എഴുതാം. പ്രീവിയസ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ റെസ്യൂമേ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എന്തെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് എഴുതിയിട്ട് അവിടെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ എഴുതുക. ദെൻ നമ്മൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ഇമെയിൽ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രം ടു എന്നുള്ളിടത്ത് നമ്മളൊരു ഇമെയിൽ അഡ്രസ്സാണ് ഇമെയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് റെസ്യൂമേ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഇമെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. അപ്പോൾ ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലെറ്ററും ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഇങ്ങനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ ഉണ്ട്. അതിനും ഒരു ഫോർമാറ്റ് ഉണ്ട്, സിമ്പിളാണ്. ദെൻ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ റെസ്യൂമേ, ഡീറ്റെയിൽ റെസ്യൂമേ, ബയോഡാറ്റ എല്ലാ കുട്ടികൾക്കും അറിയാം, എളുപ്പമാണ് സംഭവം. ഒന്നുമില്ല, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, അഡ്രസ്സ്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതുക. ക്വാളിഫിക്കേഷൻ, നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതായിരിക്കണം നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും എഴുതണം. അതേപോലെ അതിൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും വർഷത്തെ 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് എഴുതിയിട്ട് ആ ഒരു പോസ്റ്റ്, ഏത് പോസ്റ്റാണോ ജോലിക്ക് വേണ്ടത് അതേ പോസ്റ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതുക. അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എഴുതുമ്പോൾ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എഴുതി അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സോ എളുപ്പമാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. 8 മാർക്കിൽ ഒരു 6 മാർക്കൊക്കെ സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. 8ൽ 8 തന്നെ നമുക്ക് കിട്ടും. അത്രയും എളുപ്പമാണ് ഈ പറയുന്ന ജോബ് ആപ്ലിക്കേഷൻ്റെയും ആ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ദാറ്റ് ഡിവാസ്റ്റേറ്റ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റീസ് കണ്ടിന്യൂഡ് unabated. Today we are faced the challenges that cause the shift to in our thinking so that humanity stops threatening in life support system. We have called assist the earth to heal her wounds. വങ്കാരി മാതായി തന്നെ വരയ്ക്കുമ്പോൾ നമുക്ക് ഏതൊരു ചാപ്റ്റർ ഓർമ്മ വരും? ആ പറയുന്ന ഒരു തൈ നടാം അല്ലെ, ഒരു പ്ലാന്റ് നമ്മൾ നടുന്ന ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, വങ്കാരി മാതായുടെ ഒരു സ്പീച്ചാണ്. ആ സ്പീച്ചിൽ ആണ് നമ്മൾ പറയുന്നത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിലത്തെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ആസ് നാച്ചർ ഈസ് സെൻസിറ്റീവ് ആൻഡ് റിവറൽ ഇൻ ലവ് ആൻഡ് നാച്ചർ ഇൻ ദ സ്കൂൾ അസംബ്ലി ഓൺ ജൂൺ. സോ ഡെലിവർ എ സ്പീച്ച് ആണ്. യു ആർ ടു ഡെലിവർ എ സ്പീച്ച് that would nurture a sensitive and riverine love for nature. അപ്പോൾ പ്രകൃതിയോടുള്ള സ്നേഹം, പ്രകൃതി അത് ഭൂമിക്ക് അതിൻ്റെ മുറിവുകൾ ഉണക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അതിൽ നമ്മൾ കുറച്ച് പഠിക്കുമല്ലോ. അപ്പോൾ അത് എഴുതിയാൽ അത് വെച്ചിട്ട് നമുക്കൊരു അസംബ്ലി ജൂൺ 5 നമ്മൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേക്ക് നമ്മളൊരു സ്പീച്ച് നടത്തുന്നു. സോ അതിൽ ഹിൻഡ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഡീഫോറസ്റ്റേഷൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ, മരങ്ങളൊക്കെ നശിപ്പിക്കുന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നുണ്ട്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ വരുന്നുണ്ട് അല്ലേ, ഈ ഡീഫോറസ്റ്റേഷൻ കാരണം പ്രകൃതി ദുരന്തങ്ങൾ, ഇക്കോസിസ്റ്റത്തിൻ്റെ മാറ്റങ്ങൾ വരുന്നത്, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നത്, ഇതൊക്കെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്തിട്ട് നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മളൊരു സ്പീച്ച് തയ്യാറാക്കാം. അതും എളുപ്പമാണ്. ഇനി അടുത്തത് കുറച്ചുകൂടി എല്ലാ വർഷവും സെയിം റിപ്പീറ്റഡ് മോഡൽ ക്വസ്റ്റ്യൻ എല്ലാ വർഷം ചോദിക്കുന്നതാണ് അപ്രീസിയേഷൻ, പോയം അപ്രീസിയേഷൻ. അപ്പോൾ നമുക്കിതിൽ സാധാരണ വരുന്നത്, ഇപ്പോൾ ഇതിൽ നോക്കുക, റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം നൈബർ ഇൻ കമ്പയറിങ് വിത്ത് മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഒരു പോയം, നൈബർ എന്ന് പറഞ്ഞിട്ടൊരു പോയം തന്നിട്ടുണ്ട്, അതിൻ്റെ ഓഥറിൻ്റെ പേരും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പോയം അതിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതുക, അത് ഏതുമായിട്ട് കമ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻഡിങ് വാളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ മെൻഡിങ് വാൾ എന്ന് പറയുന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയത്തിൻ്റെ അപ്രീസിയേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. സോ മെയിനായിട്ട് 3 പോയമാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. മെൻഡിങ് വാൾ, എനി വുമൺ, സ്റ്റാമർ. ഇത് 3 കൂടുതൽ റിപ്പീറ്റേഷനായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ 5 പോയമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ 5 പോയത്തിലെ അപ്രീസിയേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. സോ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്കിതിൽ
8 മാർക്കിൽ 4 മാർക്ക് എന്ന് പറയുന്നത് ആ പറയുന്ന പോയത്തിൻ്റെ അപ്രീസിയേഷൻ ആയിരിക്കും. അതിൽ മാർക്ക് ഇടുന്നതിൽ വ്യത്യാസങ്ങളുണ്ട്, അതിന് അവരുടേതായ ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്നാലും പകുതിയോളം നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, 2 പോർഷനായിട്ട് ഇതിനെ തിരിക്കാം. ഒന്ന് നമ്മൾ പഠിച്ച പോയത്തിൻ്റെ അപ്രീസിയേഷൻ, പിന്നെ അവർ തരുന്ന പോയത്തിൻ്റെ അപ്രീസിയേഷൻ. അപ്പോൾ പഠിച്ച പോയത്തിൻ്റെ അപ്രീസിയേഷൻ നമുക്ക് എഴുതാൻ പറ്റും, പക്ഷെ തരുന്ന പോയം എന്ന് പറയുന്നത് നമ്മുടെ കഴിവിനനുസരിച്ചിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റൂ. എന്നാലും നമുക്കത് ആ പോയം എഴുതിയത് ആരാന്നോ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ നമുക്ക് ആ പോയത്തിൻ്റെ അപ്രീസിയേഷൻ എങ്ങനെ എഴുതണം എന്ന് നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ ആ സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടി നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, അപ്രീസിയേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം, എല്ലാ പോയത്തിൻ്റെ അപ്രീസിയേഷൻ പഠിച്ചിരിക്കണം. അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നൊന്നുമില്ല, കുറച്ചൊരു 4 മാർക്കിന് എഴുതാവുന്നതെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെയാണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ കമ്പാരിസൺ ആയതുകൊണ്ട് പകുതി ഇതും പകുതി നമ്മൾ പുതിയ അവർ തന്ന പോയത്തിൻ്റെ അപ്രീസിയേഷനാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ഒന്നുമല്ല, നമുക്ക് അപ്രീസിയേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ അത് റെസ്യൂമേ പഠിച്ചാൽ തന്നെ നമുക്ക് 16 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായി. 16 മാർക്സിൽ ഒരു 15, 14 ഒക്കെ നമുക്ക് സുഖമായിട്ട് വാങ്ങിക്കാം അല്ലേ. പിന്നെ നമ്മൾ എല്ലാ ചാപ്റ്ററുകളുടെയും ഒരു കണ്ടൻറ്റ് അറിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാൻ പറ്റും. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമുക്ക് ജനറലായിട്ട് ഗ്രാമർ എന്ന് പറയുന്നത് വളരെ കുറവ് തന്നെയാണ്, അധികമൊന്നുമില്ല. മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് സ്വന്തമായി എഴുതാൻ കഴിയുന്ന, കാണാപ്പാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായി എഴുതാൻ സാധിക്കും. ഇംഗ്ലീഷ് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായല്ലോ. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 1 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. 4 മാർക്ക് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്, പക്ഷേ അതിൽ ഓരോരോ മാർക്ക്. പക്ഷേ അതൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഒന്ന് ആ ചാപ്റ്റർ ഇന്ന ചാപ്റ്റർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മളൊരു ലൈന് തന്നു കഴിഞ്ഞാൽ അത് ഇന്ന ചാപ്റ്ററിലത്തെയാണ്, അതിലെ ഓതർ ഇന്ന ആളാണെന്നൊക്കെ എഴുതുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ചാപ്റ്ററിലെയും ഓതറിൻ്റെ പേര് പഠിച്ചു വെച്ചിരിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് നമുക്ക് ഇനി എന്താണ് അടുത്ത ഓരോ ചാപ്റ്റർ വൈസ് എങ്ങനെയാണ് കണ്ടൻറ്റ് ഞാൻ പറഞ്ഞുതരാം എളുപ്പത്തിൽ ഈസി ആയിട്ട്. അപ്പോൾ ഇതിൽ ചില ടിപ്സ് എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. നമുക്ക് ഓതേഴ്സിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക, അത് നമുക്കൊരു പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ തന്നെ 1/2 മാർക്ക് നമുക്ക് കിട്ടും. ഏതൊരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് ഇന്ന ചാപ്റ്ററിലത്തെ ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് അങ്ങനത്തെയാണ്, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. ഡീപ്പായിട്ട് അത് ബൈഹാർട്ട് പഠിച്ച് ക്വസ്റ്റ്യൻ ആൻസർ പണ്ടത്തെ പോലെ ബൈഹാർട്ട് പഠിച്ച് എഴുതാനൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഓൺ വേർഡ്സിൽ എഴുതാനാണ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആശയം മനസ്സിലാക്കി കഴിഞ്ഞ് ഈ പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ നമുക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് കുറേ അതിൽ തന്നെ ആൻസർ ഉണ്ട്, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആൻസറുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇതാണ് നെക്സ്റ്റ് വീഡിയോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസിലേക്ക് പോവാം.